നമസ്കാരം. ഓം ഓം ഓം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം ദ്വിതീയസ്കന്ധം ഷഷ്ടോധ്യായഃ. ആറാമത്തെ അധ്യായത്തിൽ സത്യവതിയെ ശന്തനു മഹാരാജാവ് വിവാഹം കഴിച്ച് അവർക്ക് 2 പുത്രന്മാരുണ്ടായതിനെ പറ്റിയും വ്യാസനെ പറ്റിയുമൊക്കെയാണ് പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ സത്യവതിയെ ശന്തനു മഹാരാജാവ് വിവാഹം കഴിച്ചു. അപ്പോൾ സത്യവതിയിൽ ഉണ്ടായ പുത്രനാണല്ലോ വ്യാസൻ. അങ്ങനെ വ്യാസമുനിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ കാമിനി കണ്ണ് ചിമ്മിയതിനാൽ ആ വ്യാസമുനിയിൽ നിന്ന് ജനിച്ച ധൃതരാഷ്ട്രർ അന്ധനായി തീർന്നു എന്ന് പറയുന്നു. വ്യാസനെ കണ്ട് അങ്ങനെ വിളറിപ്പോയതുകൊണ്ട് 2ാമത്തെ രാജകുമാരിയിൽ ജനിച്ചവൻ വ്യാസകോപത്താൽ പാണ്ഡു നിറമുള്ളവനുമായി തീർന്നു. ഇവരുടെ ദാസി വ്യാസനെ അത്യധികം സന്തോഷിപ്പിച്ചു. അവളിലും വ്യാസൻ അനുരക്തനായി ഒരു പുത്രനുണ്ടായി. അതാണ് മഹാനായ വിദുരർ. പുത്രരിൽ ഇളയവനാണെങ്കിലും മന്ത്രിമാർ പാണ്ഡുവിനെയാണ് രാജാവാക്കി വാഴിച്ചത്. ധൃതരാഷ്ട്രർ അന്ധനായിരുന്നുവല്ലോ, അതുകൊണ്ട്. ധൃതരാഷ്ട്രർക്ക് 2 പത്നിമാരുണ്ടായിരുന്നു. ഗാന്ധാരിയും 2ാമത്തേവൾ ഒരു വൈശ്യസ്ത്രീയും. അതുപോലെ പാണ്ഡുവിനും ഉണ്ടായിരുന്നു 2 പത്നിമാരെന്ന് പറയുന്നു. കുന്തിയും മദ്രദേശജയായ മാദ്രിയും. 100 പുത്രന്മാരെ ഗാന്ധാരി പ്രസവിച്ചു. വൈശ്യസ്ത്രീ 1 പുത്രനെയും പ്രസവിച്ചു. കുന്തി കന്യകയായി അച്ഛൻ്റെ ഗൃഹത്തിൽ താമസിച്ചു കൊണ്ടിരിക്കെ സൂര്യനിൽ നിന്നാണ് 1ാമത്തെ പുത്രൻ ഉണ്ടായത്. അതാണ് മനോഹരനായ കർണൻ. ഇതിൽ പിന്നെയാണ് പാണ്ഡു വിവാഹം കഴിച്ചത്. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ഋഷയ ഊചുഹു. ശ്ലോകം 11. കിമേതത്സൂത ചിത്രം ത്വം ഭാഷസേ മുനിസത്തമ ജനിതച്ഛ സുതപൂർവം പാണ്ഡുനാ സാ വിവാഹിത. ഹേ സുത, അങ്ങ് പറയുന്നത് വിചിത്രമായിരിക്കുന്നല്ലോ. ആദ്യം പുത്രനുണ്ടായി, പിന്നെ അവളെ പാണ്ഡു വിവാഹം കഴിച്ചു. ശ്ലോകം 12. സൂര്യാത് കർണകഥം ജാത കന്യായാം വദ വിസ്തരാത് കന്യാ കഥം പുനർജാത പാണ്ഡുനാ സാ വിവാഹിത. സൂത ഉവാച. ശ്ലോകം 13. ശൂരസേനസുതാ കുന്തി ബാലഭാവേ യദാ ദ്വിജാഃ കുന്തി ഭോജേന രാജ്ഞാതു പ്രാർത്ഥിത കന്യകാ ശുഭ. ബ്രാഹ്മണരെ, ശൂരസേന രാജാവിൻ്റെ മകളും കന്യകയുമായ കുന്തിയെ ബാല്യത്തിൽ രാജാവായ കുന്തിഭോജൻ യാചിച്ചു വാങ്ങി കൂട്ടിക്കൊണ്ടുപോയി. ശ്ലോകം 14. കുന്തിഭോജേന സാ ബാല പുത്രീ തു പരികൽപ്പിത സേവനാർത്ഥം തു ദീപ്തസ്യ വിഹിതാ ചാരുഹാസിനി. കുന്തിഭോജൻ ആ ബാലികയെ സ്വന്തം പുത്രിയായി കരുതി. അഗ്നിഹോത്രാഗ്നിയെ സേവിക്കാൻ ആ ചാരുഹാസിനെ അദ്ദേഹം നിയോഗിച്ചു. ശ്ലോകം 15. ദുർവാസാസ്തു മുനിപ്രാപ്ത ഛാതുർമാസ്യേ സ്ഥിതോ ദ്വിജഃ പരിചര്യാകൃതാ കുന്ത്യ മുനിസ്തോഷം ജഗാമഹ. അങ്ങനെയിരിക്കെ ദുർവാസാവ് അവിടെ വന്നു. ആ ബ്രാഹ്മണൻ ചാതുർമാസ്യം അനുഷ്ഠിക്കുകയായിരുന്നു.
കുന്തിയാണ് അദ്ദേഹത്തെ പരിചരിച്ചത്. മുനിക്ക് വളരെ സന്തോഷമായി. ശ്ലോകം 16. ദദൗ മന്ത്രം ശുഭം തസ്യൈ യേനാഹൂത സുരസ്വയം സമായാതി തഥാ കാമം പൂരയിഷ്യാമി വാഞ്ചിതം. അദ്ദേഹം അവൾക്ക് ഒരു ശുഭമന്ത്രം നൽകി. അത് ജപിച്ചുകൊണ്ട് വിളിച്ചാൽ ഉദ്ദിഷ്ടദേവൻ പ്രത്യക്ഷനാകും, ആഗ്രഹം നിറവേറ്റിക്കൊടുക്കും. ശ്ലോകം 17. ഗതേ മുനൗ തത കുന്തി നിശ്ചയാർത്ഥം ഗൃഹേ സ്ഥിത ചിന്തയാമാസ മനസാ കംസുരം സമചിന്തയേ. മുനി പോയി കഴിഞ്ഞപ്പോൾ മന്ത്രശക്തി പരീക്ഷിച്ചറിയാൻ അന്തഃപുരത്തിൽ നിന്നുകൊണ്ട് മനസ്സ ആലോചിച്ചു, ഞാൻ ഏത് ദേവനെയാണ് സ്മരിക്കേണ്ടത്? ഗതേ മുനൗ തത കുന്തി നിശ്ചയാർത്ഥം ഗൃഹേ സ്ഥിത ചിന്തയാമാസ മനസാ കംസുരം സമചിന്തയേ. മുനി പോയി കഴിഞ്ഞപ്പോൾ മന്ത്രശക്തി പരീക്ഷിച്ചറിയാൻ അന്തഃപുരത്തിൽ നിന്നുകൊണ്ട് മനസ്സ ആലോചിച്ചു, ഞാൻ ഏത് ദേവനെയാണ് സ്മരിക്കേണ്ടത്? ശ്ലോകം 18. ഉദിതച്ഛ തഥാ ഭാനു തഥാ ദൃഷ്ടോ ദിവാകരഃ മന്ത്രോച്ചാരം തഥാ കൃത്വാ ശാഹൂതസ്തിഗ്മഗുസ്തദാ. സൂര്യൻ ഉദിച്ചിരുന്നു. ആ സൂര്യദേവനെ കുന്തിയും കണ്ടു. മന്ത്രമുച്ചരിച്ചുകൊണ്ട് ആദിത്യനെ അവൾ ആഹ്വാനം ചെയ്തു. ശ്ലോകം 19. മണ്ഡലാൻ മാനുഷം രൂപം കൃത്വാ സർവാദിവേശലം അവതാരത്തദാകാശാത് സമീപേ തത്ര മന്ദിരേ. അതിസുന്ദരമായ മനുഷ്യരൂപം കൈക്കൊണ്ട് ആദിത്യൻ ആകാശത്തു നിന്നിറങ്ങി കൊട്ടാരത്തിൽ അവളുടെ സമീപം വന്ന് നിന്നു. ശ്ലോകം 20. ദൃഷ്ട്വാ ദേവം സമായന്തം കുന്തി ഭാനും സുവിസ്മിത വേപമാനാരജോ ദോഷം പ്രാപ്താ സദ്യസ്തു ഭാമിനി. തൻ്റെ അടുത്തേക്ക് വന്ന ആദിത്യനെ കണ്ടു കുന്തി അത്ഭുതപ്പെട്ടു. ഭയപ്പെട്ട ആ സുന്ദരി ഉടൻ തന്നെ രജസ്വലയായി തീർന്നു. ശ്ലോകം 21. കൃതാഞ്ജലി സ്ഥിതാ സൂര്യം ബഭാഷേ ചാരുലോചന സുപ്രീതാദർശനേനദ്യ ഗച്ഛത്വം നിജമണ്ഡലം. കൈകൂപ്പി നിന്നുകൊണ്ട് സുന്ദരിയായ കുന്തി സൂര്യനോട് പറഞ്ഞു, കണ്ടത് സന്തോഷമായി, ഇപ്പോൾ സ്വന്തം സ്ഥാനത്തേക്ക് പോയാലും. ലോക സമസ്ത സുഖിനോ ഭവന്തു.